ADGPയുമായി ബന്ധപ്പെട്ട CMന്റെ പ്രതികരണത്തിൽ ഘടകകക്ഷി നേതാക്കളുടെ പ്രതികരണവും കൂടി വരുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെ മാറ്റേണ്ടതാണെന്ന് മുന്നണി യോഗത്തിൽ തന്നെ ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു VS സുനിൽകുമാറിന്റെ പ്രതികരണം. തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ആദ്യ റിപ്പോർട്ടിൽ തന്നെ ഗവൺമെൻറ് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നടന്നിരിക്കുന്ന ഗൂഢാലോചന വരുംകാലത്തെ പൂരം നടത്തിപ്പിൽ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്, പൂർണ്ണമായി സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം ഇവിടെ ചുമതലപ്പെട്ട ADGP അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ DGPയുടെ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും ഇന്ന് ഗവൺമെൻറ് ത്രിതല അടിസ്ഥാനത്തിൽ നടത്തുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ADGP MR അജിത് കുമാറിനെ മാറ്റിയേ തീരുവെന്ന് ഉറച്ചു നിൽക്കുകയാണ് RJD. മുഖ്യമന്ത്രിയുടെ തീരുമാനം നിരാശപ്പെടുത്തിയെന്നുകൂടി വർഗീസ് ജോർജ് പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ് ADGPയുടെ ഈ പ്രവർത്തനം. ചെറിയ ആളുകളെയൊന്നും അല്ല പോയി കണ്ടത്, RSSന്റെ ദേശീയ നേതാക്കളെ കണ്ടു എന്ന് അദ്ദേഹം സമ്മതിച്ചു. RSSും പിന്നീട് സമ്മതിക്കുകയുണ്ടായി. ഈ ADGPയെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു ഇച്ഛാശക്തിയോടുകൂടി ആ തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് വരാത്തതിൽ നിരാശയുണ്ട്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. പ്രതീഷ്, അങ്ങനെ ഘടകകക്ഷി നേതാക്കളുടെ സ്വരം കടുക്കുകയാണ്. അവരുടെ നിരാശ ആ പരസ്യ പ്രതികരണങ്ങളിൽ വ്യക്തവുമാണ്. ഇച്ഛാശക്തി ഉണ്ടാവണമെന്നാണ് ഇപ്പോൾ വർഗീസ് ജോർജിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നത്. ബിനോയ് വിശ്വം പ്രതികരിക്കാനേ തയ്യാറാകുന്നില്ല. പക്ഷേ ഈ ഗുരുതരമായ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ വീഴ്ചയുണ്ടായി ADGPക്ക് എന്ന് DGPയുടെ റിപ്പോർട്ടിൽ പറയുമ്പോൾ പോലും പൂരവുമായി ബന്ധപ്പെട്ട ഈ കണ്ടെത്തലിൽ പോലും ഒരു നടപടിക്ക് സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? മുഖ്യമന്ത്രി ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നത് എന്തുകൊണ്ട്? ഗോകുൽ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന് ഘടകകക്ഷികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. അത് മുന്നണി യോഗത്തിലും അല്ലാതെ ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ബിനോയ് വിശ്വം ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയും ആവർത്തിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ നടപടി മതി എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതിൽ ഘടകകക്ഷികൾക്ക് വലിയ അമർഷമാണ്, വലിയ അതൃപ്തിയാണ്. CPIM-ഉം RJDയും ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതേസമയം ഈ നേരത്തെ ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് കടുത്ത ഭാഷയിലാണ് ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചത്. RSSനോടുള്ള നിലപാട് അല്ലെങ്കിൽ സമീപനം ഇങ്ങനെയാണോ എന്നതാണ് RJD ചോദിക്കുന്ന കാര്യം. അന്വേഷണമല്ല, നടപടിയാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്നും വർഗീസ് ജോർജ് പറയുന്നുണ്ട്. അതേസമയം ഇന്ന് CPIയുടെ നിർണായക നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഈ നേതൃയോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ മന്ത്രിമാരോട് പ്രതികരണം മാധ്യമപ്രവർത്തകർ തേടിയിരുന്നു. പക്ഷേ അപ്പോൾ പ്രതികരിക്കാൻ CPI മന്ത്രിമാർ തയ്യാറായില്ല. പാർട്ടി നിലപാട് പാർട്ടി സെക്രട്ടറി പറയുമെന്നതാണ് CPI മന്ത്രിമാർ പറഞ്ഞത്. അതിന് പിന്നാലെ ഈ യോഗത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ബിനോയ് വിശ്വവും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നതാണ് ബിനോയ് വിശ്വവും അറിയിച്ചിരിക്കുന്ന കാര്യം. ഇന്നലെ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തി CPI നിലപാട് പറഞ്ഞിട്ടും സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നതിലാണ് നിലവിൽ ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയുള്ളത്. തൃശൂർ പൂരം കലക്കൽ, ഒപ്പം ഏറ്റവും പ്രധാനമായും CPI കാണുന്നത് RSS നേതാക്കളുമായി MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയാണ്. അത് ഇടതുമുന്നണിയുടെ നിലപാടുകൾക്കും നയസമീപനങ്ങൾക്കും വിരുദ്ധമാണെന്ന് CPI ആവർത്തിക്കുമ്പോഴും അവരുടെ നിലപാടിന് യാതൊരു വിലയുമില്ലാതെ കാണുന്നു എന്നതാണ് നിലവിൽ. ശരി പ്രതീക്ഷ, ഏതായാലും പൂരകലക്കലുമായി ബന്ധപ്പെട്ട DGPയുടെ റിപ്പോർട്ടിൽ തന്നെ ADGPക്ക് വീഴ്ച എന്ന കണ്ടെത്തലുണ്ടായിട്ടും ADGPക്കെതിരെ തൽക്കാലം നടപടിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അത് ഘടകകക്ഷികൾക്ക് വലിയ അമർഷമുണ്ടാക്കുന്നുണ്ട്. അത് പരസ്യമായ പ്രതികരണമായി തന്നെ പുറത്തു വരികയും ചെയ്തു.